തീർച്ചയായും നമ്മൾ സ്വപ്നം കണ്ട ഒരു നിമിഷമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ ഭാവിയിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾക്ക് സാധ്യമാകാവുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ നിന്നും ഏറ്റവും അടുത്ത് കരലഭിക്കുന്ന കടൽ എന്ന പ്രത്യേകതയുണ്ട്. അതോടൊപ്പം തന്നെ സ്വാഭാവികമായ ആഴം 20 മീറ്ററിൽ കൂടുതലുള്ള പ്രദേശം എന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഷിപ്പ് ഓപ്പറേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗകര്യപ്രദമായി വരാനും പോകാനും കഴിയുന്ന പോർട്ട് എന്ന പ്രത്യേകത ഇതിനുണ്ട്. ഇടക്കാലത്ത് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ചരക്ക് നീക്കം ഇവിടെ നടന്നിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു ട്രാൻസിറ്റ്മെൻറ്റ് പോർട്ടായി മാറ്റാൻ ഇതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഭാവിയിൽ വലിയ സംഭാവനകൾ ചെയ്യും. തിരുവനന്തപുരത്തിൻ്റെ വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഇതിലൂടെ സാധ്യമാകുമെന്ന കാര്യം വ്യക്തമാണ്. പ്രവർത്തകർക്ക് ഏറ്റവും സന്തോഷിക്കാൻ പറ്റിയ ധന്യ നിമിഷമാണ്. വലിയ പ്രതിസന്ധികൾ നേരിട്ട കാലഘട്ടം, കരിങ്കലിന്റെ ക്ഷാമം അടക്കമുള്ള പ്രതിസന്ധികൾ താങ്കളുടെ കാലഘട്ടം അതിജീവിക്കേണ്ടി വന്നു. ഇപ്പോൾ പ്രതിപക്ഷം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 2019 തന്നെ പൂർത്തിയാകേണ്ടതായിരുന്നു. ഇത് വൈകിയാണ് ഉണ്ടായത്. ആ പ്രതിസന്ധിയൊക്കെ മറികടക്കാൻ എത്രത്തോളം ദുഷ്കരമായിരുന്നു? ഈ ദിവസം താങ്കളുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് സ്വപ്നം കണ്ടിരുന്നോ? തീർച്ചയായും ആദ്യമായി ഒരു കപ്പൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ കലണ്ടർ വെച്ചുകൊണ്ട് പ്രോഗ്രാം തയ്യാറാക്കി മുന്നോട്ട് പോയിരുന്നത്. അതിനിടയിൽ നമുക്കറിയാം കോവിഡും അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളുമൊക്കെ ഉണ്ടായി. അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്ത് ഗൗരവതരമായി ആലോചിക്കുകയും ഓവർ ടൈം വർക്കുകൾ നടത്തിക്കൊണ്ട് എല്ലാ സെക്ഷനുകളെയും സജ്ജമാക്കിക്കൊണ്ട് പുതിയ കലണ്ടർ തയ്യാറാക്കിക്കൊണ്ടാണ് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമയം കണ്ടെത്തിയത്. അദാനി കമ്പനിയും വളരെ നന്നായി തന്നെ സഹകരിക്കുകയുണ്ടായി. കാരണം നേരത്തെ നമ്മൾ നിശ്ചയിക്കുന്ന സമയത്തിലും വേഗത്തിൽ പ്രൊജക്റ്റ് പൂർത്തീകരിക്കാൻ ഓവർ ടൈം വർക്കുകൾ നടത്തിയാൽ മാത്രമേ സാധ്യമാകൂ എന്ന ഘട്ടം വന്നപ്പോൾ അതിനോട് സഹകരിക്കാൻ അദാനി കമ്പനി തയ്യാറായി. കരിങ്കൽ ക്ഷാമം നേരിട്ടപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ക്വാറികൾക്ക് നിരവധി കോടതി ഇടപെടലുകളിലേക്ക് തുടർന്ന് നമുക്ക് ആവശ്യമായത്ര കല്ലുകൾ ലഭ്യമല്ലാത്ത സാഹചര്യം വന്നപ്പോൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ കർണാടകയും തമിഴ്നാടിനെയും നമ്മൾ ആശ്രയിച്ചു. കർണാടകയിലെ മുഖ്യമന്ത്രിയുമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബന്ധപ്പെട്ടു. കർണാടകയിലെ മറ്റ് വകുപ്പ് മന്ത്രിമാരുമായി നേരിൽ പോയി ബന്ധപ്പെടുകയും ചർച്ച നടത്തുകയും ചെയ്തു. അതിൻ്റെ പരമായി ആവശ്യമായ കല്ലുകൾ അവിടെ നിന്ന് ലഭ്യമാക്കാനുള്ള സാഹചര്യം സംജാതമായി. അപ്പോഴാണ് ഈ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തി വന്നത്. കാരണം തമിഴ്നാട്ടിലെ റോഡുകൾ ചീത്തയാകുന്നു, അതിലൂടെ വലിയ ഭാരമുള്ള വണ്ടികൾ കൊണ്ടുപോകാൻ പാടില്ല എന്ന രീതിയിൽ വന്നു. കേരളത്തിലും ചില പ്രതിസന്ധികൾ വന്നു. ഈ കല്ലുകൾ വഴിയിലൊക്കെ മറിഞ്ഞു വീണ് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്, അതുകൊണ്ട് കടത്തിവിടില്ല എന്ന രീതിയിലുള്ള പ്രക്ഷോഭം ഒരു ഭാഗത്ത് വന്നു. മറുഭാഗത്ത് മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ സമരം വന്നു. ഇതിനെയൊക്കെ തന്നെ സമന്വയത്തോടു കൂടി നേരിട്ടുകൊണ്ട് എല്ലാവരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ പോർട്ട് വന്നാൽ കേരളത്തിന് ലഭിക്കാവുന്ന, ഇന്ത്യക്ക് ലഭിക്കാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് അവരെയൊക്കെ ബോധവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നതാണ് ഈ ഇന്നത്തെ നിമിഷങ്ങളിൽ നമ്മൾ ഓർക്കേണ്ട ആ ഏറ്റവും സുന്ദരമായ ആ ഓർമ്മകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. വൈകി എന്ന ആരോപണത്തിന് എന്താണ് മറുപടി? തീർച്ചയായും ഒരു വലിയ പ്രൊജക്റ്റ് യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ നേരത്തെയുള്ള കാൽക്കുലേഷനിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ ചില സമരങ്ങൾ രൂപപ്പെട്ട് വരുമ്പോൾ, അതുപോലെ തന്നെ സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴൊക്കെ ഇത്തരം വലിയ പ്രൊജക്റ്റുകൾക്ക് ചെറിയ കാലതാമസം ഉണ്ടാകുന്നത് സ്വാഭാവികം തന്നെയാണ്. അത്തരം വൈതരണികളെയൊക്കെ തട്ടിമാറ്റി കേന്ദ്രവുമായി ഒരു ഏറ്റുമുട്ടലിന് പോകാതെ സമരസപ്പെട്ടുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റ് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഏത് പ്രൊജക്റ്റാണ് കൃത്യസമയത്തിനുള്ളിൽ പൂർത്തിയാകാറുള്ളത്? ഏതൊരു പ്രൊജക്റ്റിനും ചെറിയ ചില നിശ്ചിത സമയത്തിൽ നിന്ന് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു വൻകിട പ്രൊജക്റ്റ് എന്ന നിലയ്ക്ക് തന്നെ അതൊരു വലിയ കാര്യമായി കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തുറമുഖത്തിന്റെ ക്രെഡിറ്റ് സംബന്ധിച്ചാണ് ഇപ്പോഴത്തെ ചർച്ച. ഈ ഉമ്മൻചാണ്ടിയുടെ പങ്കിനെ കുറിച്ച് സർക്കാർ സംസാരിക്കുന്നില്ല എന്താണ് താങ്കളുടെ പ്രതികരണം? അല്ല, ഉമ്മൻചാണ്ടിയുടെ കാലത്താണല്ലോ ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ തുടക്കം കുറിച്ച പ്രൊജക്റ്റുകൾ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ അതൊരു യാഥാർത്ഥ്യമാകുന്നുള്ളൂ. നമുക്കറിയാം കണ്ണൂരിലെ എയർപോർട്ടിൽ കടലാസ് വിമാനം പരത്തിക്കൊണ്ടാണ് അന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇവിടെ ഞങ്ങളും അങ്ങനെ ചെയ്യുമെന്നാണ് പലരും പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു, പറയുന്ന ദിവസത്ത് ഇവിടെ കപ്പൽ കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ ഉദ്ഘാടനം നിർവഹിക്കൂ എന്ന് പറയുകയും ആ നിശ്ചിത ദിവസത്തിന് മുമ്പ് തന്നെ കപ്പലെത്തിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തൊരു പോർട്ടാണിത്. അതിൻ്റെ പ്രഥമഘട്ടത്തിൻ്റെ ഉദ്ഘാടനം ഞാൻ ഉള്ളപ്പോൾ തന്നെ നിർവഹിക്കുകയുണ്ടായി. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത്. ഇനിയും കുറേ കൂടെ പ്രൊജക്റ്റിന് മുന്നോട്ട് പോകാനുണ്ട്. വെറും കല്ലിടൽ മാത്രമേ നടത്തിയുള്ളൂ എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ട്? അല്ല, അന്നത്തെ അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ആ അഗ്രിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഭരണപക്ഷമായ അന്നത്തെ പ്രതിപക്ഷത്തിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് സമരങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യമാണ്.
ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സംസ്ഥാനത്ത് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ സംസ്ഥാനത്തിൻ്റെ നേരത്തെയുള്ള ഗവൺമെൻറ്റുകൾ എടുത്ത നിലപാടുകൾ പരിപൂർണമായും അതിനെതിരായ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന രീതിയിൽ തന്നെ അതിൽ നല്ല വശങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഗവൺമെൻറ് തയ്യാറായി എന്നത് പ്രശംസിക്കപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമല്ലേ. ഇച്ഛാശക്തിയുള്ള ഒരു ഭരണവും ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രിയും ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും വേഗതയിൽ നടപ്പിലാക്കാൻ സാധിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം.